എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഉത്തന്ന പൃഷ്ഠാസന അഥവാ ലിസാർഡ് പോസ് എന്നുള്ള ഒരു ആസനയാണ്. ഇതിനെ ഗെക്കോ പോസ്ചർ എന്നും പറയാറുണ്ട്. ഇത് വളരെ നല്ല ഒരു ഹിപ്പ് ഓപ്പണറാണ്. സോ ഹിപ്പ് ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആസന കൂടിയാണ് ലിസാർഡ് പോസ്ചർ. ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. ഇവിടെ ക്വാഡ്രിസെപ്സ്, ഹിപ്പ്, അതേപോലെ തന്നെ ലെഗ്സ്, ഗ്രോയിൻ ഏരിയ, അതേപോലെ നട്ടെല്ല്, സ്പൈൻ ഇവയെല്ലാം തന്നെ സ്ട്രെങ്തൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇവയ്ക്ക് ഒരു ലെങ്തൻ ചെയ്യാൻ കൂടിയുള്ള ഹെൽപ്പും കൂടി ഈ ആസന വഴി നമുക്ക് ലഭിക്കുന്നു. ഈ എല്ലാ ഭാഗങ്ങളും ഇവ സ്ട്രെച്ചും കൂടി ചെയ്യുന്നു. ബാക്കിയുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പ്, ലെഗ്, സ്പൈനൽ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ ഓർഗാൻസിനെല്ലാം ടോൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അവയുടെ ഫങ്ഷനെ എല്ലാം ഇംപ്രൂവ് ചെയ്യാനും ഇവ ഹെൽപ്പ് ചെയ്യുന്നു. ബേസിക്കലി നമ്മുടെ ഹിപ്പ് ഫ്ലെക്സേഴ്സിനെയും ഹാംസ്ട്രിങ്സിനെയും ഗ്ലൂട്ട്സ് ആൻഡ് ഗ്രോയിൻസിനെ എല്ലാം തന്നെ ഇത് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുന്നു. നമ്മളുടെ ഹിപ്പ് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കാനും ഇത് ഹെൽപ്ഫുൾ ആണ്. ബേസിക്കലി സ്ട്രെങ്ത്, ബാലൻസ്, സ്ട്രെച്ച് ഇവ എല്ലാം തന്നെ ലിസാർഡ് പോസ് നമുക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ അപ്പർ ബോഡിയിലും ബൈസെപ്സിനും ട്രൈസെപ്സിനും എല്ലാം ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നു. ബിക്കോസ് നമ്മൾ നമ്മുടെ കൈകളിലാണ് ഇത് നിൽക്കുന്നത്. നമ്മുടെ ബാക്ക്, നെക്ക് ആൻഡ് ഷോൾഡേഴ്സിനൊക്കെ ഒരു സ്ട്രെച്ചും ലഭിക്കുന്നു. നമ്മൾ മോസ്റ്റ്ലി ഇങ്ങനെ ഫോർവേഡ് ബെൻഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനെല്ലാം ഒരു സ്ട്രെച്ചും ലഭിക്കുന്നുണ്ട്. ഒരു എനർജൈസിങ് ആൻഡ് ഡീസ്ട്രെസ്സിങ് ആസന കൂടിയാണ്. നമുക്ക് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഗ്രോയിൻ ഏരിയൻ്റെയും വയറിൻ്റെ ഭാഗത്തും കാലിൻ്റെ ബൈസെപ്സിനും ഇവിടെ എല്ലാം സ്ട്രെസ്സ് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഈ സ്ട്രെച്ചസ് നമ്മളെ ഹെൽപ്ഫുൾ ആകും. അതേപോലെ തന്നെ നമ്മുടെ കോർ എൻഗേജ്ഡ് ആക്കുന്നതോടുകൂടി ഇത് നമ്മുടെ ഓർഗൻസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും സർക്കുലേഷൻ കൂടുതൽ ഉണ്ടാവാനും നല്ലതാണ്. അപ്പം അതുമൂലം ഡൈജഷനും നല്ലപോലെ ഇത് ചെയ്യുന്നത് മൂലം ലഭിക്കുന്നു. അതേപോലെ നമ്മളുടെ റൂട്ട് ചക്ര, സേക്രൽ ചക്ര ആൻഡ് മണിപ്പൂർ ചക്ര എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആവുന്നു. അതോടുകൂടി നമ്മുടെ ഇമോഷൻസിനെയും ഇത് ഹെൽപ്ഫുൾ ആണ്. ഇനി ആരൊക്കെ ഇത് ചെയ്തുകൂടാ എന്നും കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നീ, ഹിപ്പ് ഓർ ലോവർ ബാക്ക് ഇഞ്ചുറി ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യരുത്. അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഇത് ചെയ്യരുത്. ഇനി നമുക്ക് ആസനയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ ആസന ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ലിസാർഡ് പോസ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ അധോമുഖ ശ്വാനാസനയിൽ നിൽക്കേണ്ടതാണ്. സോ നമുക്ക് അധോമുഖ ശ്വാനാസനയിലേക്ക് പോകാം. Inhale and exhale. Inhale. Now exhale. The left leg നിങ്ങൾ ഫോർവേഡിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. എക്സെയിൽ ചെയ്ത് ഈ പോസ്ചറിൽ നിൽക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ നോർമൽ ബ്രീത്ത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ഇത് ലിസാർഡ് പോസ്ചർ ലഞ്ച് എന്നുള്ള ഒരു വേരിയേഷനാണ് ഇത്രയേ ഉള്ളത്. ഇനി ലിസാർഡ് പോസ്ചർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈമുട്ടുകൾ പതുക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. നിങ്ങളുടെ ഗ്ലാൻസ് മുന്നിലേക്ക് തന്നെ വരണം. നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു സ്ട്രെച്ച് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 30 മുതൽ 50 സെക്കൻഡ് വരെ നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. അതിനുശേഷം കൈകൾ കുത്തി നിങ്ങൾക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ഇവിടെ നിന്ന് ബാലാസനയിലേക്ക് പോവുകയും ചെയ്യാം. ചൈൽഡ് പോസ്ചർ. ആൻഡ് റിലാക്സ്. ഇനി നമുക്ക് ഇത് തന്നെ റൈറ്റ് ലെഗിലും ചെയ്യാവുന്നതാണ്. സോ അതിനായിട്ട് ആദ്യം മൗണ്ടൻ പോസ്ചറിൽ നിൽക്കുക. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇൻഹേൽ. നൗ എക്സേൽ and bring your right leg towards the front. ഈ സ്ട്രെച്ച് ലഞ്ച് ലിസാർഡ് പോസ്ചർ ഇതൊരു വേരിയേഷനാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നേരം ബാലൻസ് ചെയ്ത് നിൽക്കാവുന്നതാണ്. ഫ്യൂ ബ്രീത്ത് യു ക്യാൻ ടേക്ക് ഫ്രം ഹിയർ. അതിനുശേഷം
കൈകൾ രണ്ടും ബെൻഡ് ചെയ്ത ശേഷം ഇങ്ങനെ നിൽക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ദെൻ വീണ്ടും ലഞ്ച് പോസ്റ്ററിലേക്ക് വെക്കുക. നിങ്ങൾക്ക് പ്ലാങ്ക് പോസ്റ്റർ ചെയ്യാം. ദെൻ ബാലാസനയിലേക്ക് കിടക്കാം. ലിസാർഡ് പോസ്റ്റർ കണ്ടു. ഇനി ഇതിൻ്റെ കുറച്ച് വേരിയേഷൻസ് നോക്കാം. ആദ്യത്തെ ലഞ്ച് ചെയ്യണതാണ്. സോ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ്. നെക്സ്റ്റ് ട്വിസ്റ്റഡ് ലിസാർഡ് പോസ്റ്റർ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധുമുഖ ശ്വാനാസയിൽ നിന്ന് നിങ്ങൾ കാലുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് 30 സെക്കൻഡ്സ് മുതൽ 60 സെക്കൻഡ്സ് വരെ നിൽക്കാവുന്നതാണ്. മേക്ക് ഷുവർ അഡ്ജസ്റ്റ് യുവർ ലെഗ്സ് സോ ദാറ്റ് ഈ നീയും ആംഗിളും ഒരേ ലൈനിലാണെന്നുള്ളതിന് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട് ഇവിടെ കുത്തി വെക്കാം. അതല്ലെങ്കിൽ മുട്ട് കുത്താതെ ഇങ്ങനെയും നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇനി നമ്മൾ ചെയ്യുന്നത് ട്വിസ്റ്റഡ് ലിസാർഡ് ആണ്. അതിനായിട്ട് ഒരു കൈ മുകളിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ലുക്ക് അപ്പ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 and relax. ലഞ്ച് പോസ്റ്ററിലേക്ക് വെക്കുക. നിങ്ങൾക്ക് പ്ലാങ്ക് പോസ്റ്റർ ചെയ്യാം. ദെൻ ബാലാസനയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.